ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പറ്റിയ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് ഞാളിന്ന് വന്നിരിക്കുന്നത്. സോ സിമ്പിൾ, വേഗം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സാധനം. എന്നാൽ പിന്നെ ഒരു കപ്പ് മൈദയോ ഒരു കപ്പ് ആട്ടി കൊടുത്തോ കേട്ടോ. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വരണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഈ മുട്ട എല്ലായിടത്തും എത്തുന്ന തരത്തിൽ ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ മാവെടുത്ത അതേ ഒരു കപ്പ് വെള്ളം എടുക്കണം കേട്ടോ. അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കണം. ഉപ്പിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറഞ്ഞിരുന്നില്ല, കാരണം അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ഇടണം. ഉപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യൂല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിട്ട് കേട്ടോ. എന്നിട്ടോ നമ്മൾ കുറേശ്ശെയായി ഈ വെള്ളം അതിൽ നമ്മളെ മാവിലേക്ക് ചേർത്ത് നല്ല പോലെ കുഴച്ചെടുക്കണം. നല്ലോണം കുഴച്ച് മറിച്ച് തിരിച്ചിങ്ങെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്ര മാത്രം വെള്ളം ബാക്കി വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഈ മാവിലേക്ക് ചേർത്ത് നല്ല പോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂല, അത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ അതിൽ നിന്ന് ഓരോരോ ബൗൾസാക്കി ഇങ്ങെടുത്തോ. നമ്മൾ ചപ്പാത്തി മാവിനെക്കാട്ടും കുറച്ചുകൂടി വലിപ്പമുള്ള മാവാക്കി എടുക്കണേ. എന്തിനാണല്ല, എന്നാലും നമുക്ക് മടക്ക് ചപ്പാത്തി ശരിക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ എല്ലാ ബൗൾസും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയത് വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ അല്ലേ ശരീരത്തിന് നല്ല. അപ്പം നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് കേട്ടോ. എന്നാൽ നമ്മൾ ഓരോരോ ബൗൾസ് എടുത്ത് നമ്മളെ പൊടിയിൽ മുക്കി നല്ല റൗണ്ട് ഷേപ്പിൽ പരുത്തി ഇങ്ങെടുക്കണം. ഇങ്ങനെ എല്ലാം പരുത്തി വെക്കണേ. അപ്പോൾ കുറച്ച് പകുതി നമ്മൾ പരുത്തി വെച്ചതിന് ശേഷം പിന്നെ നമ്മളെന്ത് പണിയെടുക്കണം, നല്ല പോലെ വട്ടത്തി റൗണ്ടാക്കി പരുത്തി എടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിൻ്റെ മേലേക്ക് പാർന്നു കൊടുക്കണേ. പിന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ടോ 4 മടക്കാക്കി ഇങ്ങെടുക്കുക. ഒന്ന് അപ്പുറം മടക്കി, ഒന്ന് ഇപ്പുറം മടക്കി, ഒന്ന് നേരെ മടക്കി, ഒന്ന് മടക്കി മടക്കണം. എന്നിട്ടോ എല്ലാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്തിനാന്നല്ലേ, നമ്മൾ ആ എണ്ണയല്ലോ നമ്മളെ ചപ്പാത്തി മാവ് കുടിച്ച് നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങൾക്ക് കഴിയെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കേട്ടോ. എന്നിട്ടോ പിന്നെ നമ്മൾ അപ്പുറം മടക്കി, ഇപ്പുറം മടക്കി, ഇപ്പുറം മടക്കി, ഇപ്പുറം മടക്കി, അങ്ങനെ നല്ലോണം 4 ഭാഗവും മടക്കി നമ്മൾ നല്ല സ്ക്വയർ ഷേപ്പിലാക്കി വെക്കണം. അപ്പോൾ ഈ എണ്ണയിലെല്ലാം നമ്മളെ ചപ്പാത്തി പൊടിച്ച് നല്ല സോഫ്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓരോ ഉരുളയിനെടുത്ത് നല്ല പോലെ പിന്നെയും പരത്തണം. നല്ല സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തണം കേട്ടോ. നമ്മൾ മൂലയിലൊന്നൊന്ന് ഒപ്പിച്ചാളിയാ. എന്തിനാന്നല്ല, എന്നാൽ ഏടിയും കട്ടി പാടില്ല. നല്ല തിന്നായിട്ട് തന്നെ ഇരിക്കണം. അധികം തിന്നാണ്ട, ചപ്പാത്തി പോലെ തന്നെ കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ചപ്പാത്തി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് പണിയെടുക്കണം, കല്ലുമേലേക്ക് നേരിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെയും പാർന്ന്, കുറച്ച് മതിയേ, ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ, അല്ല അരക്കപ്പ് എന്ന് പറഞ്ഞാൽ 1 സ്പൂണ് വെളിച്ചെണ്ണ പാർന്ന് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ഇവിടെ മടക്ക് ചപ്പാത്തി റെഡി ആയിട്ട് വരും കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് ചപ്പാത്തിയാണ്. ഇങ്ങനെ ഒരു ഭാഗം നല്ല പൊന്തി വരുന്നേരം അപ്പുറം മറിച്ചിട്ട് നമ്മൾ ഫുള്ളായി പൊന്തിച്ചതിന് ശേഷം നമുക്കിത് കല്ലും വന്ന് നേരെ മാറ്റാം. നിങ്ങൾ കാണുന്നില്ല, ഇങ്ങനെ പൊന്തി കിട്ടും കേട്ടോ നമ്മളെ മടക്കി ചപ്പാത്തി. അങ്ങനെ അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇവിടെ സെറ്റായിട്ട് വരും. എന്നാൽ പണിയൊന്നും തീരൂലേ. ഇത് നമ്മൾ പൊറോട്ടക്കെല്ലാം അടിക്കുന്നില്ലേ, അതുപോലെ അടിക്കുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്. അതിപ്പം നമ്മൾ കാണിച്ചു തരട്ടാ. അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടണേ നമ്മൾ മടക്കിയ ചപ്പാത്തി. എന്നാൽ മാത്രം അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം അപ്പുറം ഇപ്പുറം മടക്കിയ ചപ്പാത്തി നേരെ നമ്മളെടുത്തേക്ക് വെക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു എടി അടിക്കുക. നമ്മൾ ആടെ വെച്ചിട്ട് നല്ല പോലെ അടിച്ചിങ്ങെടുക്കണം. ഒരു പ്രോസസ്സും കൂടിയും കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ചപ്പാത്തി ഇവിടെ സെറ്റായിട്ട് കിട്ടും. ഇത് സാധാ ചപ്പാത്തി അല്ലേ, ഇത് അടിപൊളി ടേസ്റ്റുള്ള മടക്കി ചപ്പാത്തിയാണ്. ഇനി നിങ്ങളെ നാട്ടിൽ എന്താ പറയുക, മൂലച്ചപ്പാത്തി എന്ന് ചില നാട്ടിൽ പറയും. നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ, നമുക്ക് നോക്കാമല്ലോ ഇതിൻ്റെ പേരെന്തെല്ലാന്നില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും, അത് ഞങ്ങൾ പറയണ്ടല്ലേ. എന്നാൽ ചപ്പാത്തി അടിക്കുന്ന പോലെ അടിച്ച് നേരെ കൊണ്ടുപോയി നമ്മൾ കെസ്ട്രോളിലേക്ക് അങ്ങ് ഇട്ടാ കേട്ടോ. നല്ല മൊഞ്ചുള്ള പരിപാടിയല്ലേ ഇതില്ലേ. എന്നാൽ പിന്നെ നമ്മളെ മടക്കി ചപ്പാത്തി ഇവിടെ സെറ്റായി വന്നിട്ട് അടിപൊളി മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ഇതിൻ്റെ കൂടെ എന്തും ചേരും, ഏത് കോമ്പിനേഷനും ചേരും കേട്ടോ. നമ്മളിപ്പം വെള്ളക്കടലേൻ്റെ കറിയാ, അടിപൊളി ടേസ്റ്റ് ആയിട്ടാ. മസ്റ്റ് ട്രൈ. എന്നാൽ അടുത്ത വീഡിയോ കാണാം.